ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വിജയ തീരത്തേക്കെന്ന് വിവിധ സോഷ്യൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള ഏക CPM MPയായ MA ആരിഫും BJPയുടെ ശോഭാ സുരേന്ദ്രനും കോൺഗ്രസിന്റെ ദേശീയ നേതാവ് KC വേണുഗോപാലും ഏറ്റുമുട്ടുമ്പോൾ ആദ്യം പ്രതീക്ഷിച്ചിരുന്ന ആരിഫ് വേണുഗോപാൽ മത്സരത്തിൽ നിന്നും മാറി അത് ശോഭാ സുരേന്ദ്രനും കൂടെയുള്ള ത്രികോണ മത്സരമാക്കാൻ കഴിഞ്ഞത് ശോഭയുടെ ആദ്യ വിജയമാണ്. അതിൽ നിന്നും ഏറെ മുന്നോട്ടു പോയ അവർ ആരിഫിനെ പിന്നിലാക്കിയെന്ന തോന്നൽ ഉളവാക്കിക്കൊണ്ട് ഇപ്പോൾ വേണുഗോപാൽ ശോഭാ സുരേന്ദ്രൻ എന്ന മത്സരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും നിഷ്പക്ഷ വോട്ടർമാരും ശോഭാ സുരേന്ദ്രന്റെ അനുയായികളും ഉറ്റുനോക്കുന്നത് തിരഞ്ഞെടുപ്പിന് 6 ദിവസം കൂടി ബാക്കി നിൽക്കുമ്പോൾ അവർക്ക് KC വേണുഗോപാലിനെ മറികടക്കാൻ സാധിക്കുമോ എന്നതാണ്. അപകടം മണത്തെറിഞ്ഞ KC വേണുഗോപാൽ തന്റെ മണ്ഡലത്തിൽ പ്രതീക്ഷിച്ചതിൽ ഇരട്ടി സമയം ചിലവഴിക്കുന്നു എന്ന് തന്നെ അവിടെ മാറിയ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. BJP മുന്നേറാനുള്ള സാധ്യതകൾ തടയുവാൻ പോപ്പുലർ ഫ്രണ്ട്, SDPI എന്നീ സംഘടനകൾ അവരുടെ അടിത്തട്ടിലുള്ള ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് അപ്പാടെ മറിക്കും എന്ന് ഉറപ്പാണ്. അത് മിക്കവാറും പോകുന്നത് ഇടതിനേക്കാൾ വിജയ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്ന വലതുമുന്നണി സ്ഥാനാർത്ഥികൾക്കായിരിക്കും. അങ്ങനെ ഒരു നീക്കമുണ്ടായാൽ ആരിഫിന് അത് തിരിച്ചടിയാവും. കൂടാതെ അവിടെയുള്ള SNDP NSS വോട്ടുകളും ആർക്ക് പിടിക്കാൻ കഴിയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ജയപരാജയങ്ങൾ നിർണയിക്കപ്പെടുന്നത്. എന്തൊക്കെയായാലും ഇത്തരത്തിലുള്ള സംഘടിത വോട്ട് ബാങ്കുകൾക്കപ്പുറം സ്ത്രീ സമൂഹത്തിൽ ശോഭാ സുരേന്ദ്രൻ നേടിയെടുത്തിട്ടുള്ള സ്വാധീനം വലുത് തന്നെയാണ്. മത്സരിച്ച ഇടങ്ങളിലൊക്കെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ള അവർ ഇവിടെ വോട്ട് വർദ്ധിപ്പിക്കുന്നതിലുപരിയായി ജയിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. രാഷ്ട്രീയം ഏറെ പയറ്റിയിട്ടുള്ള KC വേണുഗോപാൽ എല്ലാ അടവുകളും പുറത്തെടുക്കുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് പരാജയം അദ്ദേഹത്തിന്റെ ദേശീയ നേതൃത്വ സ്ഥാനത്തിന് തന്നെ വെല്ലുവിളിയായി മാറും എന്ന് ഉറപ്പുള്ളതിനാൽ. അപ്പുറത്ത് ശോഭാ സുരേന്ദ്രൻ ചരിത്രം തിരുത്തുമെന്നാണ് BJP അവകാശപ്പെടുന്നത്. എല്ലാം കാത്തിരുന്നു കാണാം. ജയ് ഹിന്ദ്.